എഡിറ്റിംഗ്. ഇംഗ്ലീഷിന്റെ എല്ലാ എക്സാമിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് തെറ്റിപ്പോകുന്നതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആക്ച്വലി ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകൾ ഏതെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഓർമ്മയുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിൽ പ്രോ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്, എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുന്നത് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്. ഇനി ഒരു പേര്, തൽക്കാലം എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു, ജംഷാദ്. ഇനി ഏതെങ്കിലും ഒരു വസ്തു, പെൻ. അപ്പോൾ ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ. ഇനി പ്ലൂറൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ, യു, ദേ, വി. ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡാണ് അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. ഐ, യു, ദേ, വി. അതുപോലെ തന്നെ ജംഷാദ് ആൻഡ് രാഹുൽ, അങ്ങനെ രണ്ടാളുടെ പേര് വരുന്ന സമയത്ത് ആക്ച്വലി അതും പ്ലൂറലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഐ ആണ്. ഐ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരാളാണല്ലോ, അപ്പോൾ അത് സിംഗുലർ ആവണ്ടേ എന്നൊരു തോട്ട് ഉണ്ടാവും. അത് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഈ കോഡ് പഠിപ്പിച്ചത് ഐ, യു, ദേവി. അതുപോലെ തന്നെ പെൻ ആണെങ്കിൽ പെന്നിൻ്റെ പ്ലൂറൽ പെൻസ്. ഇനി ഇത് നമ്മളൊരു വെർബിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഈ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയുള്ള വെർബിൽ എപ്പോഴും എസ് ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി മനസ്സിലാകും. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ വരുന്ന വെർബിന് ഒരിക്കലും എസ് ഉണ്ടാവുകയില്ല. ആ വെർബിൻ്റെ കൂടെ എസ് ഉണ്ടാവുകയില്ല. എക്സാമ്പിൾ പറയാം. സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ, അവൻ തിന്നുന്നു. ഹി ഈറ്റ്സ്. കണ്ടോ, അവിടെ എസ് വന്നത് കണ്ടോ. ഹി എന്നത് സബ്ജക്റ്റ്, ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എസ് വന്നു. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകളാകുന്ന സമയത്ത് അവിടെ എസ് വരും വെർബിൻ്റെ കൂടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലൂറലാണ്. പ്ലൂറൽ തൽക്കാലം നമ്മൾ ഐ എടുക്കുന്നു. എക്സാമ്പിൾ, ഞാൻ തിന്നുന്നു. ഐ ഈറ്റ്. ഐൻ്റെ കൂടെ എന്ത് വന്നില്ല? എസ് വന്നില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പഠിക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ഈ ഐയും അതുപോലെ തന്നെ എസ് ഉള്ളത് കൊണ്ട് പ്ലൂറലിൻ്റെ കൂടെയല്ല എസ് വരണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് പലപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇത് ഇനി ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷീ വെച്ചിട്ടും അതുപോലെ തന്നെ വി വെച്ചിട്ടും ഒരു എക്സാമ്പിൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതോട് കൂടിയിട്ട് അത് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ആകും. ഇത് മിസ്സാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് follow and subscribe.